ഇപ്പൊ ഇതുകൾ മാത്രമേ ഉള്ളൂ വീടുകളായിട്ട്. അന്ന് സുനാമി വന്നു പോയ ഇവിടൊക്കെ വീടുകൾ ആയിരുന്നു അല്ലേ? അത്ര വർഷം കഴിഞ്ഞിട്ടൊരു ഡെവലപ്പ് ഉണ്ടായിട്ടില്ല അല്ലേ? എത്ര വർഷമായി ഇപ്പോൾ? 10-50 വർഷം ഉണ്ടാവില്ല ഇപ്പോൾ. ഈ ഒരു സ്ഥലം തമിഴ്നാട്ടിലെ ധനുഷ്കുടിയിലുള്ള ഒരു പ്രേതനഗരം എന്ന് അറിയപ്പെടുന്ന ഒരു പട്ടണാട്ടോ. നോക്കി, ഇത് 1964 അത് ഭയങ്കരമായ ചുഴലിക്കാറ്റ് വന്ന് ഉള്ള വീടുകളൊക്കെ മണലിൽ മൂടപ്പെട്ട് എന്നാണ് പറഞ്ഞത്. 1800 ആളുകളോളം മരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതൊക്കെ കണ്ടില്ല, അന്നത്തെ VIP എന്നൊക്കെ ഈ ഒരു ഇഷ്ടിക നല്ല ഉറപ്പുള്ള ഇഷ്ടികയാണ്. ഇഷ്ടികയിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രത്തിൽ രേഖപ്പെട്ട ഒരു സംഭവം കൂടെയാണ് ഈ ഒരു ധനുഷ്കോടിയിലെ ഈ ഒരു പ്രേതപട്ടണം എന്ന് പറയുന്നത്. പ്രേതപട്ടണം പറയാൻ കാരണം അന്ന് ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ടാണ്. ഇവിടുത്തെ ഈ ഒരു നോക്കുകയാണ് എത്ര മണലിൻ്റെ അടിയിലാണ്, കണ്ടില്ലേ? മണലിൻ്റെ അടിയിലാണ് ഇതൊക്കെ ഈ കെടുക്കുന്നത് എന്ന് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത്രക്ക് മൂടപ്പെട്ടിരുന്നാണ് പറഞ്ഞത്. പിന്നെ 2004 സുനാമി വന്നപ്പോൾ കടൽ ബേക്കിക്ക് വലിഞ്ഞോട് കൂടെ അത് സുനാമി വന്നപ്പോൾ അങ്ങനെ ബേക്കിക്കാണ്ട് വലിഞ്ഞു പോയപ്പോൾ മണലുകളൊക്കെ അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണ് കുറേ ഇങ്ങനത്തെ വീടുകളൊക്കെ പിന്നെ കാണാൻ സാധിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ആദ്യം നമുക്ക് ഈ സുനാമി വന്ന് ഈ ഒരു ദുരന്തം വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ചർച്ച് മാത്രം, ഒരു പള്ളി, ക്രിസ്ത്യൻ പള്ളി മാത്രമായിരുന്നു തലപൊക്കി നിന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കടപ്പുറത്ത്, ഇത് ധനുഷ്കുടിയിലാണ്, ഈ കടപ്പുറത്തിൻ്റെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ, ആ ഭാഗത്തിൽ മൊത്തം അവിടെയൊക്കെ കാണുന്നത് തന്നെയാണ്. ഒരുപാട് ഏരിയയൊക്കെ ഇതുണ്ട്, ചർച്ചുകളും പള്ളികളും എല്ലാം മണ്ണിൻ്റെ അടിയിൽ പോയി, മണലിലേക്ക് പൂണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇത് കാണാത്ത, ഇതിപ്പോൾ ചരിത്രം ഇവിടെ ഈ ഒരു ഭാഗങ്ങൾ ആളുകൾക്ക് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബാക്കി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ കടകളും അതുപോലെ തന്നെ കുടിലൊക്കെ ഓല കൊണ്ടും ഇതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ശേഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ കുടിലും, ഇതിൻ്റെ ബാക്കിലൊക്കെ കുടിലുണ്ട് കേട്ടോ, ഒരുപാട് കുടിലുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജീവിതം ഇപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ആ പള്ളി, കണ്ടില്ലേ? ചർച്ച്, അന്നത്തെ കാലത്തെ പള്ളിയാണ്. ഇങ്ങനെയൊക്കെ ഓരോരോ വീടുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ആളുകൾ താമസിക്കുന്ന വീടുകളും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. അത് ശേഷം പിന്നെ വീട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ ഉള്ള ആളുകൾ ചോദിച്ചപ്പോൾ കിട്ടിയൊരു ചരിത്രം പറയണത്. ഓക്കെ, നിൽക്കുക നല്ല ഉറപ്പുണ്ട്, ഇഷ്ടികൊക്കെ നല്ല ഉറപ്പിലാണ് അന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ശേഷം ഇവിടെ ഒരാളുകളും ഇതുപോലെ തന്നെ വീടുകൾ ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് ശേഷം പിന്നെ ഓല വീടുകളാണ് വന്നിട്ടുള്ളത് എന്നാണ്. ആ പള്ളിയൊക്കെ കണ്ടില്ലേ? ആ പള്ളീൻ്റെ അതൊക്കെ നോക്കാൻ ഈ ചർച്ചുകളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. കല്ല് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ചർച്ചാണ്. എത്രയോ കൊല്ലങ്ങൾ പഴക്കല്ല, അന്നത്തെ ചർച്ചാണ്. ക്രിസ്ത്യൻ പള്ളിയാണ് അന്നത്തെ.